പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഇഷ്ടപലഹാരമായ ഒരു ഉണ്ണിയപ്പമാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഉണക്കലരി വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചൊക്കെ എടുത്ത് പഴവും ചേർത്തൊക്കെയാണ് നമ്മുടെ അമ്പലങ്ങളിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വറുത്ത പൊടി കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ അപ്പം, പത്തിരി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടിയാണ് ഒരു കപ്പ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പോളം നമ്മുടെ ആട്ടയാണ്, ഗോതമ്പിൻ്റെ ആട്ട, ഒരു 1/4 കപ്പ് ആട്ടയും കൂടി എടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം, മധുരമല്ലേ, ബാലൻസ് നിൽക്കാൻ വേണ്ടി ഉപ്പ്. ഇനി ഇതിലേക്ക് 3 പഴമാണ്, പൂവമ്പഴമല്ല, പാളയംകുടം പഴം, 3 പാളയംകുടം പഴമാണ് ചേർക്കുന്നത്. അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം, ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ പഴമാണ്, വലുതാണ് 2 മതി. ഇത് ചെറുതായതുകൊണ്ട് 3 പാളയംകുടം പഴം വേണം. ഇതൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. പാളയംകുടം പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാത്രം അടുപ്പേ വെച്ചു. അതിനകത്തേക്ക് 1 കപ്പ് ശർക്കരയാണ്. 1 കപ്പ് എടുത്തില്ല, 1/4 കപ്പ് എടുത്തുള്ളൂ. ശർക്കര പൊടിച്ചതാണ്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ ശർക്കര പാനിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ. ഇതൊന്ന് ഉരുകി കഴിയുമ്പോൾ നമുക്ക് അരിച്ച് ആ മാവിനകത്തേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കണം. ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചൊഴിക്കാം, കുറച്ചൊഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കലക്കി നോക്കാം. ബാക്കിയും കൂടെ ഒഴിക്കാം. പോരാത്തടത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഉണ്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. കുറച്ചുകൂടെ ലൂസാക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ദോശ മാവിൽ ഇച്ചിരി കൂടെ മുറുകിയിട്ടുണ്ട്. ആ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. ഈ പരുവത്തിൽ കലക്കി വയ്ക്കുക. ഇതൊരു 6 മണിക്കൂർ ഇങ്ങനെ കലക്കി വെച്ചിട്ട് വേണം അപ്പം ഉണ്ടാക്കാൻ, ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. 6 ഇല്ലെങ്കിൽ 4 മണിക്കൂറായാലും മതി. അല്ല ഉടനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ഇങ്ങനെ വിരൽ കൊണ്ടൊരു നുള്ളിട്ടാൽ മതി. ഇട്ട് വെച്ച് ഉടനെ ഉണ്ടാക്കാം. നമുക്കിതിവിടെ അടച്ചു വയ്ക്കാം. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ചൂടാം. അടച്ചു വയ്ക്കാം. നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്, പുളിച്ചൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പൂൾ വറുത്തതാണ്, തേങ്ങാക്കൊത്തും എള്ളും കൂടെ നെയ്ക്കകത്ത് വറുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇച്ചിരി നെയ്യിലേക്ക് ഇത് വറുത്തിട്ടാൽ ഇടയ്ക്കൊന്ന് കടിക്കാം, കുറച്ചിട്ടാൽ മതി. ഇനി എണ്ണ ചൂടായി കിടപ്പുണ്ട്. എണ്ണ ചൂടായി കിടക്കുകയാണ്. ആദ്യം നല്ല തീയിൽ വയ്ക്കണം. അത് കഴിഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് വയ്ക്കാം, തീയ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി അതിലേക്ക് ഓരോ തവി കോരി ഒഴിക്കാം. നിറച്ച എണ്ണ ഒഴിക്കണ്ട, ഇതങ്ങോട്ട് ഒഴിക്കുമ്പോൾ നിറഞ്ഞു വരും.
ഉണ്ണിയപ്പം പൊങ്ങി വരുന്നുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ബ്രൗൺ നിറം ആകാൻ തുടങ്ങിയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചോണം, ഇല്ലെങ്കിൽ ആ ഉള്ളു വേകാതെ പോകും. ബ്രൗൺ നിറമായി തുടങ്ങി ബാക്കി വശം. ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചുകൂടൊക്കെ ഇടാം, എന്നിട്ട് ഓരോന്ന് എടുക്കാം. ഇനി എടുത്തു തുടങ്ങാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ ആണെങ്കിൽ ഇച്ചിരി സോഡാപ്പൊടി ഇട്ടാൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഏലക്കായുടെയും തേങ്ങാപ്പൂളിൻ്റെയും ഒക്കെ നല്ല രുചിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല മയമാണ്. ഉള്ളി പൊളിച്ചത് കണ്ടോ, വെന്തൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ല മയത്തിലായിരിക്കുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.